ഗായ്സ് എല്ലാവർക്കും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3Dയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. റോക്ക് ടു 100 ആണ് ഗെയ്സ് നമ്മുടെ സബ്സ്ക്രൈബർ. എന്തായാലും 100 സബ്സ്ക്രൈബർ ആക്കി തരാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക, ലൈക്കും അടിച്ച് പൊട്ടിച്ചേക്കുക. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് വെറും 20 ലൈക്കാണ്. എല്ലാവരും 20 ലൈക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഗൈസ്. ഇന്ന് നമുക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ലെസ്റ്റർ അണ്ണനോട് പോയി വല്ല ജോലിയും കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്റർ അണ്ണൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ് നമ്മുടെ വണ്ടിയിൽ. ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്റർ അണ്ണൻ്റെ അടുത്തോട്ട് കത്തിച്ചങ്ങ് വിടാട്ട ഗെയ്സ്. നമ്മൾ നേരെ കത്തിച്ച് നേരെ നമ്മുടെ ലെസ്റ്റർ അണ്ണൻ്റെ അടുത്തോട്ട് കത്തിച്ച് വിടുവാണ്. നമുക്ക് കത്തിച്ച് വിടാട്ട നമ്മുടെ വണ്ടി ഗായ്സ്. നമ്മൾ കത്തിച്ച് നേരെ നമ്മുടെ ലെസ്റ്റർ ബായിയുടെ അടുത്തോട്ട് പോവുകയാണ് ഗായ്സ്. മിക്കവാറും വണ്ടി എന്ന് ഇടിക്കാനൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇടിക്കും ഗായ്സ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇടിച്ച് തുളച്ചിട്ടുണ്ട് ഗായ്സ്. എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് നൈസായിട്ട് ഇരിക്കാട്ട. നമ്മുടെ വീഡിയോ പൊളി വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് നല്ലോണം അങ്ങ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ പോകട്ട ഗെയ്സ്. നമ്മൾ പോയിട്ടുണ്ട് ഗെയ്സ്. ലെസ്റ്റർ പറഞ്ഞേന്ന് വെച്ചാൽ അമ്മക്കൊരു ബൈക്ക് ഷോറൂം തുടങ്ങാമെന്നാണ് ഗൈസ്. ബൈക്ക് ഷോറൂം തുടങ്ങാമെന്നാണ് നമ്മുടെ ലെസ്റ്റർ എണ്ണം പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ബൈക്ക് ഷോറൂം തുടങ്ങാം. അതിനു വേണ്ടി ആദ്യം ഷോറൂം മേടിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷനിലോട്ട് നമുക്ക് പോവാട്ട. എനിക്ക് ലെസ്റ്റർ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഗൂഗിൾ മാപ്പ് അങ്ങ് ഇട്ടങ്ങ് പോയാൽ മതി. നമുക്ക് നേരെ നമ്മുടെ ആ സ്ഥലത്തോട്ട് വിടാട്ട. കത്തിച്ചങ്ങോട്ട് വിടാ ആ സ്ഥലത്തോട്ട് ഗൈസ്. നമ്മുടെ കിലോമീറ്റർ സ്പീഡൊക്കെ 100-ലൊക്കെയാണ് നമ്മൾ വിടുന്നത് ഗൈസ്. പെട്ടെന്ന് നമുക്ക് നേരെ നമ്മുടെ കാർ ഷോറൂമിൻ്റെ അടുത്തോട്ട് പോവാട്ട ഗൈസ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്. അതുവഴിയാണ് നമ്മൾ കാർ ഷോറൂമിലോട്ട് പോണത്. ഇതുവഴി സൈക്കിളൊക്കെ പോത്തോള്. വേറെ വഴിയുണ്ട് അപ്പുറത്തൂടെ, ഈസി ആയിട്ട് എത്താൻ വേണ്ടിയാണ് ഈ വഴി നമ്മൾ തിരഞ്ഞെടുത്തത്. നമുക്ക് നേരെ കത്തിച്ച് നമ്മുടെ ഷോറൂമിൻ്റെ അടുത്തോട്ട് പറപ്പിച്ച് അങ്ങോട്ട് വിടാട്ട ഗെയ്സ്. നമ്മൾ കത്തിച്ച് നേരെ നമ്മുടെ ഷോറൂമിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ട് കാണാം ഗെയ്സ്. അങ്ങനെയാ ഷോറൂമിൽ ഫൈനലി എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങാട്ട ഗെയ്സ്. ഇനി നമുക്ക് വിലയൊക്കെ നമുക്ക് ഷോറൂമിൻ്റെ മുതലാളിയോട് പോയി ചോദിക്കണം. അതിന് മുമ്പ് പൈസ എടുക്കട്ടെ ഗെയ്സ്. അങ്ങനെ നമ്മൾ ഒരു ബാഗ് പൈസ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ മുതലാളിയോട് പോയി സംസാരിക്കാം ഈ ഷോറൂമിൻ്റെ ഗായ്സ്. ഇവിടെ അങ്ങനെ മുതലാളിയാണ്. മുതലാളി ഇതിന് എത്ര റേറ്റ് സാറേ മേടിക്കുന്നത്? എത്ര റേറ്റാ ചോദിക്കുന്നത്? 26 ബില്യൺ. 26 ബില്യണോ? ഇന്നാ പിടിച്ചോ 26 ബില്യൺ ഗായ്സ്. നമ്മൾ ഈ ഷോറൂം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 26 ബില്യനാണ് ഈ ഷോറൂമിന് അയാൾ മേടിച്ചത് ഗായ്സ്. എന്തായാലും ഗൈസ് നമുക്ക് ഇനിയെന്ന് വെച്ചാൽ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ വണ്ടി സെറ്റാക്കുന്നതാണ്. നമ്മുടെ ബൈക്സൊക്കെ സെറ്റാക്കണം ഗൈസ്. ഇനി ബൈക്കൊക്കെ സെറ്റാക്കാൻ വേണ്ടി നമ്മുടെ ബയ്യറിനെ നമുക്ക് വിളിക്കണം ഗായ്സ്. ലെസ്റ്റർ ബയ്യറുടെ നമ്പർ വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ബയ്യറെ വിളിക്കാം. ഹലോ ബയ്യറെ. എന്താ മോനെ? എനിക്ക് കുറച്ച് ബൈക്സ് വേണം. കുറച്ച് ഡ്യൂക്കും കുറച്ച് നിഞ്ചായും സാധനങ്ങളൊക്കെ വേണം. ആണോ? ഞാൻ രാത്രി എത്തിച്ചു തരാം. ആള് പറഞ്ഞ് രാത്രി നമുക്ക് എല്ലാം എത്തിച്ചു തരാമെന്നാണ് ഗായ്സ്. നമുക്ക് വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാം. ഈ ഷോറൂമിൻ്റെ മേളിൽ ഒരു ബെഡുണ്ട്. അതിൽ കയറി നമുക്കങ്ങ് കിടക്കാട്ട. എന്തായാലും നമുക്ക് നേരെ പോയി കിടക്കാട്ട ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ നേരെ പോയി കിടക്കാൻ പോകണം ഗൈസ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ വണ്ടികളെല്ലാം ഷിപ്പ് യാർഡിൽ വന്ന് കാണും. ഷിപ്പ് യാർഡ് നമ്മുടെ ഷോറൂമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ വലിയ പാടില്ല ഗൈസ്. ഷിപ്പ് യാർഡ് തൊട്ടടുത്താണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ ഭാഗത്തോട്ട് പോവാട്ടെ. ഇതാണ് ഷിപ്പ് യാർഡ്. ഇതിനകത്തോട്ടാണ് വണ്ടിയൊക്കെ വരുന്ന സ്ഥലം. നമുക്ക് ഈ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ രാത്രി വേറെ വണ്ടി അങ്ങോട്ട് കടത്തി വിടത്തില്ല. എന്തായാലും നമുക്ക് നേരെ പോവാട്ടെ നടന്ന്
ബയ്യറെ എത്ര രൂപയാ ഈ ബൈക്കിനെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര രൂപയാ? 30 കോടി. ബയ്യറെ എന്നാ വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചേക്ക് ബയ്യറെ. എന്തായാലും നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട് ഗായ്സ്. എന്തായാലും ബയ്യർക്ക് പൈസ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ വണ്ടിയൊക്കെ നേരെ നമ്മുടെ ഷോറൂമിൽ സെറ്റാക്കലാണ് പരിപാടി. എന്തായാലും ബയ്യറിനോട് ടാറ്റയൊക്കെ പറയാം. ബയ്യറെ ശരി എന്നാ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ബയ്യറൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി നേരെ ഷോറൂമിൽ സെറ്റ് ചെയ്യുന്ന പരിപാടി നോക്കാം ഗായ്സ്. നമ്മൾ നേരെ നമ്മുടെ ഡ്യൂക്ക് ആദ്യം എടുത്ത് ഷോറൂമിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. നമ്മുടെ ഡ്യൂക്ക് എടുത്ത് നേരെ നമുക്ക് ഷോറൂമിൽ കൊണ്ട് പാർക്ക് ചെയ്തിടാം. എന്തായാലും ഗായ്സ് നമ്മൾ നേരെ നമ്മുടെ ഡ്യൂക്ക് കൊണ്ട് പാർക്ക് ചെയ്തിടാനായിട്ട് പോവുകയാണ് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമ്മുടെ ഡ്യൂക്ക് കൊണ്ട് അകത്ത് പാർക്ക് ചെയ്യാട്ടെ ഗായ്സ്. എന്തായാലും ഗായ്സ് നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ് ഗെയ്സ്. നമുക്ക് ബാക്കിൽ വാതിലിൽ കൂടെ പോയി വണ്ടി സെറ്റാക്കി ഇടാം. അതിന് വേണ്ടിയാണ് ഈ ഡോറ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വണ്ടികളൊക്കെ സെറ്റ് ചെയ്ത് അകത്ത് വെക്കാം ഗായ്സ്. ഇത് നമുക്ക് നേരെ ജനലിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചേക്കാം, എന്നാലേ ഡിസ്പ്ലേ ആവത്തോളൂ ഗായ്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും അടിക്കാൻ മറക്കരുത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അടുത്ത ബൈക്കും സെറ്റ് ചെയ്തിടാട്ടാ ഗൈസ്. നമ്മുടെ അടുത്ത നിഞ്ചയാണ് സെറ്റ് ചെയ്തിടുന്നത് ഗായ്സ്. അങ്ങനെ നമ്മൾ നിഞ്ചയും സെറ്റപ്പ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഗായ്സ്. എന്തായാലും